90 വയസ്സ് കഴിഞ്ഞാൽ വീടിന് പുറത്തേക്കിറങ്ങാൻ പോലും വയോജനങ്ങൾക്കിന്ന് കഴിയാറില്ല. ആരോഗ്യകരമായ കാരണങ്ങളാണ് പലരെയും ബുദ്ധിമുട്ടിക്കുന്നത്. പലർക്കും എണീറ്റ് നിൽക്കാൻ പോലും ഈ പ്രായത്തിൽ കഴിയാറില്ല. ശ്രവണശക്തിയും കാഴ്ചശക്തിയും കുറവുള്ളവരും ധാരാളം. എന്നാൽ 94-ാം വയസ്സിലും ഏറെ ഊർജ്ജസ്വലതയോടെ പള്ളിയിൽ പോവുകയും ആത്മീയമായി അനേകർക്ക് വെളിച്ചം പകരുകയും ചെയ്യുകയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട പൗലോസ് സാർ. സാഗർ രൂപതാധ്യക്ഷൻ മാർ ജെയിംസ് അത്തിക്കളത്തിൻ്റെ പിതാവാണിദ്ദേഹം. ചങ്ങനാശ്ശേരി കോട്ടയം MC റോഡിലൂടെ അതിവേഗം വാഹനത്തിൽ പോകുന്നവർക്ക് ചിങ്ങവനം ഭാഗത്തെത്തുമ്പോൾ കുറച്ച് ആശ്വാസമാവും. അവിടെ റോഡരുകിൽ നല്ല തണലൊരുക്കി ചില മരങ്ങളുണ്ട്. ഈ തണൽ കാണുമ്പോൾ അവർ വാഹനം ഒതുക്കും. കുട്ടികളും സ്ത്രീകളുമൊക്കെ മൊബൈലൊക്കെ മാറ്റിവെച്ച് പുറത്തിറങ്ങി വരും. അപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിൽ നിന്നും അവർക്ക് തണുത്ത വെള്ളവും പഴങ്ങളുമൊക്കെയായി പൗലോസ് സാറും ഇറങ്ങിവരും. വളരെ ഊർജ്ജസ്വലതയോടെ അവരോട് അദ്ദേഹം വിശേഷങ്ങൾ തിരക്കും. യാത്രക്കാർക്ക് ഈ അച്ചായനെ കാണുമ്പോൾ തന്നെ ഏറെ സന്തോഷമാണ്. ഇവരിൽ പലരും ഇപ്പോൾ വാഹനം നിർത്തുന്നത് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ വേണ്ടി കൂടിയാണ്. അവരോട് അദ്ദേഹം ദൈവസ്നേഹത്തിൻ്റെ ആഴമാവും മിക്കവാറും പറയാനുള്ളത്. പ്രായത്തിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും ഒഴിവാക്കരുതെന്നാണ് വത്തിക്കാനിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്നും നേരിട്ട് അനുഗ്രഹം വാങ്ങാൻ ഭാഗ്യം ലഭിച്ച പൗലോസ് സാർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കുക. ഒരു പ്രതിസന്ധിയും നമുക്കുണ്ടാവില്ല. ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മുൻ KSCB എഞ്ചിനീയർ കൂടിയായ പൗലോസ് സാർ ഇങ്ങനെ പറയുമ്പോൾ ആരും ചെവി കൊടുത്ത് കൈകൂപ്പി നിന്ന് കേട്ടുപോകും. മനസ്സിനെ പ്രാർത്ഥനയിലേക്ക് നയിക്കുക. സ്വാർത്ഥതയും ഞാനെന്ന ചിന്തയും ഒഴിവാക്കുക. വാർദ്ധക്യം അനുഗ്രഹമായി മാറും. പൗലോസ് സാർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു.